ഹാരി പോട്ടർ സിനിമകളിലെ ചില ക്ലാസ് റൂം സീനുകൾ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായ ഗ്ലസ്റ്റർ കത്തീഡ്രൽ ആണ്. 1089 ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഗോത്തിക് ആർക്കിടെക്ചറിന്റെ മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഇതിനെ കാണാം. AD 679 ഒരു ആശ്രമമായി സ്ഥാപിതമായ ഇത് 1541 ഒരു കത്തീഡ്രലായി മാറി. ഇതിന്റെ ഡിസൈൻ റോമസ്റ്റിക് തൂണുകളും ലംബ ശൈലിയിലുള്ള ക്ലോയിസ്റ്ററുകളും ഉള്ള ഒരു നോർമൽ നേവ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എഡ്വേർഡ് രണ്ടാമൻ രാജാവിൻ്റെ ശവകുടീരമാണ്. നമുക്കത് ഇവിടെ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ്. അത് കാണാനായി നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്താറുള്ളത്. ഇംഗ്ലണ്ടിലെ പല രാജകീയ ചടങ്ങുകൾക്കും കോർണേഷൻ ഈ കത്തീഡ്രൽ സാക്ഷിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും കിങ് എഡ്വേർഡ് രണ്ടാമൻ്റെ ടോം ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസിൽ പഴയ കാലത്തെ ബൈബിൾ കഥകളും ഇംഗ്ലീഷ് രാജാക്കന്മാരുടെ ചരിത്ര സംഭവങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്ന് ഈ കത്തീഡ്രൽ പ്രാർത്ഥനാ സ്ഥലമായി ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ സംഗീത കോൺസർട്ടുകൾ, കലാപ്രദർശനങ്ങൾ, ടൂറിസ്റ്റ് വിസിറ്റ് എന്നിവയ്ക്കായി ദിവസവും ആയിരക്കണക്കിന് പേർ എത്തുന്നു. അതുപോലെ തന്നെ ഗ്ലോയിസ്റ്റർ കത്തീഡ്രലിൻ്റെ ക്ലോയിസ്റ്റർ ലോക പ്രശസ്തമാണ്. നമ്മുടെ ഹാരി പോട്ടർ സിനിമകളിൽ കാണാറുള്ള ചില ക്ലാസ് റൂം സീനുകൾ ഇവിടെയാണ് ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മുഴുവൻ സിനിമാ പ്രേമികളും ഇവിടേക്ക് വരാറുണ്ട്. അതിനു പുറമെ 225 അടിയോളം ഉയരമുള്ള ടവർ ഗ്ലോയിസ്റ്റർ നഗരത്തിൻ്റെയും സ്കൈലൈനെയും തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ചരിത്രത്തെയും കലാസൗന്ദര്യത്തെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വളരെയധികം എത്തുന്ന ഒരു പ്രധാന സ്പോട്ട് കൂടിയാണ്. കിങ് ഹെൻറി മൂന്നാമനെ ഇവിടെ തന്നെയാണ് കുട്ടിക്കാലത്ത് രാജാവായി പ്രഖ്യാപിച്ചത്. ഹിസ്റ്റോറിക് എക്സിബിഷൻസ്, ആർട്ട് ഷോസ് എന്നിവ കൂടി ഇവിടെ സ്ഥിരമായി നടക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ ക്ലോയിസ്റ്ററുകൾ ഫാൻ വോൾട്ടിംഗ് പേരുകേട്ടതാണ്. 1350കളിൽ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ശൈലിയാണ്. ഇവിടെ ഒരു മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോ കാണാൻ കഴിയും. അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുതായിരുന്നു ഇത് ഗ്ലൗസ്റ്ററിലെ 12th കോളേജ് ഗ്രീനിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് സാധാരണയായി തുറക്കുന്ന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടെ വരാനായി നമുക്ക് ബസ് മാർഗവും ട്രെയിൻ മാർഗവും എത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടും പറയുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.